വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുള്ള സമസ്ത എതിർപ്പിൽ അണിനയ നീക്കവുമായി ജില്ലാ നേതൃത്വം. കൽപ്പറ്റയിലെ സമസ്ത ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ടി സിദ്ദീഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തി. ആശങ്കകൾ കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി സമസ്ത ജില്ലാ നേതൃത്വം അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത യുവജന വിഭാഗം രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. കൽപ്പറ്റ പള്ളിത്താഴ സമസ്ത ഓഫീസിൽ നേരിട്ടെത്തിയാണ് ടി സിദ്ദീഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. DCC പ്രസിഡന്റ് TJ ഐസക്കും ചർച്ചയിൽ പങ്കെടുത്തു. തോമാട്ടുചാൽ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VN ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്ത് അയോഗ്യതയാണ് തനിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നായിരുന്നു ജഷീർ ഉന്നയിച്ച ആവശ്യം. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് MLAയുടെയും DCC പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ സമസ്തയുമായുള്ള ചർച്ച. തങ്ങളുടെ എതിർപ്പ് അംഗീകരിക്കുന്നതായി കോൺഗ്രസ് അറിയിച്ചുവെന്നും തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ആശങ്ക പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും സമസ്ത നേതൃത്വം പ്രതികരിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് പൂർണ്ണമായി ഞങ്ങൾ പറയുകയും പങ്കുവെക്കുകയും അത് വളരെ സന്മനസ്സോടുകൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം കേൾക്കുകയും സാധ്യമാവുന്ന പരിഹാര മാർഗങ്ങൾ ഭാവിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ടാണ് അവരിവിടുന്ന് തിരിഞ്ഞു പോകുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് വയനാട് DCC. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.